കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഡിവോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ടുള്ള അഡൾട്ടറി അല്ലെങ്കിൽ അവിഹിതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അതായത് കല്യാണം വിവാഹബന്ധം വേർപ്പെടാതെ ഇരിക്കുന്ന ആ ഒരു കാലയളവിൽ ഈ ഒരു സ്ത്രീ ആരിൽ നിന്നും ഗർഭം ധരിച്ചാലും ആ കുട്ടിയുടെ പിതൃത്വം എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് ആരാണോ ആ സ്ത്രീയുടെ ഭർത്താവ് അവർക്കായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോയിന്റ് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, കുട്ടിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ DNA ടെസ്റ്റ് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനും കോടതി പറഞ്ഞ മറുപടി DNA ടെസ്റ്റ് നടത്താനായിട്ട് പറ്റില്ല, ആർട്ടിക്കിൾ 21 വയലേഷനായിട്ട് ഇത് മാറും എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞ വിധി എന്തായിരുന്നു, അഡൾട്ടറി പ്രൂവ് ചെയ്യുവാനായിട്ട് ഭാര്യയും വേറെ ഒരു ആൺസുഹൃത്തും തമ്മിൽ ചാറ്റ് ചെയ്തുകൊണ്ടോ ഒരുമിച്ച് സഞ്ചരിച്ചതുകൊണ്ടോ അതൊരിക്കലും അഡൾട്ടറി ആവില്ല, പകരം അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളത് ഭർത്താവ് പ്രൂവ് ചെയ്താൽ മാത്രമാണ് അഡൾട്ടറി ആയിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞൊരു വിധി എന്തായിരുന്നു, ഭർത്താവ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഇൻറ്റിമസി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ജഡ്ജിയുടെ മുമ്പിൽ തെളിവായിട്ട് HD വീഡിയോ തെളിവായിട്ട് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞ വിധി എന്തായിരുന്നു, ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒതൻറ്റിസിറ്റി കോടതി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള 4 വ്യത്യസ്തമായിട്ടുള്ള വിധികളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ പറയുന്ന 4 വ്യത്യസ്തമായ വിധികളെയും ഒരുപോലെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ വിധി ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായ അടുപ്പം തെളിയിക്കുന്ന മെഡിക്കൽ തെളിവുകൾ, അതായത് കുട്ടിയുടെ DNA പരിശോധന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പുരുഷന് വിവാഹ മോചനം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ വിധിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്: വ്യഭിചാരം, അതായത് അഡൾട്ടറി ചെയ്തയാളുടെ പേര് വെളിപ്പെടുത്താത്തതിനാൽ അയാൾ കുറ്റക്കാരനല്ലെങ്കിലും കുട്ടിയുടെ DNA പരിശോധന ഫലം ഹാജരാക്കി കുട്ടിയുടെ പിതാവല്ലെന്ന് തെളിയിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി ഭർത്താവിന് വിവാഹ മോചനം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടാതെ വ്യഭിചാരം, ക്രൂരത എന്നിവയുടെ പേരിൽ വിവാഹമോചനം നിഷേധിച്ച കുടുംബ കോടതിയുടെ വിധിക്കെതിരെ ഈ ഭർത്താവ് സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി എന്ത് ചെയ്തു, അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ജഡ്ജിമാരുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്: അപ്പീലൻ്റ്, അതായത് ഭർത്താവ്, കുട്ടി, ഭാര്യ എന്നിവരുടെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കി DNA പരിശോധനയിൽ അപ്പല്ലൻ്റ് പ്രതിക്ക്, അതായത് ഭർത്താവിന് ജനിച്ച കുട്ടിയുടെ ജൈവിക പിതാവല്ലെന്ന് തെളിയുകയുണ്ടായി. കുടുംബ കോടതി അത് അംഗീകരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തെങ്കിലും കുട്ടിയുടെ താല്പര്യാർത്ഥം, നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 21 പ്രകാരം കുടുംബ കോടതി വിവാഹമോചനം അനുവദിക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിക്ക് ജനിച്ച കുട്ടി അപ്പല്ലൻ്റിൻ്റെ, അതായത് ഭർത്താവിൻ്റെ അല്ലെന്ന് അപ്പല്ലൻ്റ് തെളിയിച്ചു കഴിഞ്ഞാൽ DNA പരിശോധനയിൽ അപ്പല്ലൻ്റ് അല്ലെങ്കിൽ ഹസ്ബൻഡ് കുട്ടിയുടെ ജീവശാസ്ത്രപരമായ പിതാവല്ലെന്നും വിവാഹമോചനം അനുവദിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളിൽ നിന്നും കോടതിക്ക് മനസ്സിലായി എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇന്ത്യൻ വിവാഹമോചന നിയമത്തിലെ 10(1) ക്ലോസ് I ക്ലോസ് X 11 ക്ലോസ് B വകുപ്പുകൾ പ്രകാരം വിവാഹമോചനത്തിന് ഭർത്താവ് ഹർജി നൽകിയിരുന്നു. വിവാഹത്തിന് തൊട്ട് പിന്നാലെ ഭാര്യ വീട് വിട്ടുപോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊണ്ടുവന്നു. പിന്നീട് അവൾ തൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. തുടർന്ന് കേരളത്തിൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുമ്പോൾ ഭാര്യ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി ഭാര്യ സമ്മതിച്ചതായി ഭാര്യയുടെ സഹോദരി ഭർത്താവിനെ അറിയിച്ചു. ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന ഹർജി കുടുംബ കോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മനം നൊന്ത് ഭർത്താവ് ഇപ്പോഴത്തെ അപ്പീല് സമർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വ്യഭിചാരിണിയുടെ പേരും വിവരങ്ങളും പ്രതിഭാഗം സഹോദരിയോട് വെളിപ്പെടുത്താത്തതിനാൽ ഹർജിയിൽ ഇല്ലെന്ന് ഭർത്താവിൻ്റെ അഭിഭാഷകൻ വാദിച്ചു. അപ്പീൽ നൽകിയ വ്യക്തിയെയും കുട്ടിയെയും പ്രതിയെയും DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നും ഭർത്താവ് കുട്ടിയുടെ ജീവശാസ്ത്രപരമായ പിതാവല്ലെന്ന് ഇത് തെളിയിച്ചുവെന്നും അദ്ദേഹം എന്ത് ചെയ്തു, കോടതിയിൽ വാദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നന്ദലാൽ വാസുകിയ
ബദ്വായിക് വേഴ്സസ് ലത നന്ദലാൽ ബദ്വായിക് ആൻഡ് അനദർ 2014 എന്ന കേസിൽ സുപ്രീം കോടതി വിധിയുടെ തീരുമാനത്തെ അദ്ദേഹം ആശ്രയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ DNA പരിശോധനാ റിപ്പോർട്ട് നിർണായകമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് വ്യഭിചാരിണിയുടെ പേരും വിവരങ്ങളും നൽകിയിട്ടില്ലെന്നും വ്യഭിചാരിണിയെ സഹപ്രതിയായി ഭർത്താവ് ചേർത്തിട്ടില്ലെന്നും അദ്ദേഹം വിവാഹമോചനത്തിനായി അപ്പീൽക്കാരൻ സമർപ്പിച്ച ഹർജി നിലനിൽക്കില്ലെന്നും ഇവിടെ വാദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ വിവാഹം അംഗീകരിക്കപ്പെട്ടുവെങ്കിലും വ്യഭിചാരത്തിന് നേരിട്ടുള്ള ശാരീരിക തെളിവുകൾ ഇല്ലെങ്കിലും വിദഗ്ധന്റെ അഭിപ്രായവും മെഡിക്കൽ തെളിവുകളും വിവാഹശേഷം പ്രതിക്ക് മറ്റൊരു പുരുഷനുമായി നിയമവിരുദ്ധമായ അടുപ്പം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭാര്യ വ്യഭിചാര ജീവിതം നയിക്കുകയാണെന്ന് ഭർത്താവ് തെളിയിച്ചു കഴിഞ്ഞാൽ ആ കാരണത്താൽ വിവാഹമോചനത്തിന് അയാൾക്ക് അർഹതയുണ്ടെന്ന് അഭിപ്രായം വരികയും DNA റിപ്പോർട്ട് ചോദ്യം ചെയ്യപ്പെടാത്തതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മാത്രം സഹായകരമാകില്ലെന്നും ഇന്ത്യൻ വിവാഹമോചന നിയമത്തിലെ സെക്ഷൻ 112 നിലവിലെ കേസിൽ ബാധകമല്ലെന്നും കോടതി നിരീക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മുകളിൽ പറഞ്ഞ സാഹചര്യത്തിൽ വ്യഭിചാരിണിയായ സഹപ്രതിയായി ആരോപിക്കപ്പെടുന്നത് അപ്പീൽക്കാരൻ്റെ കേസിന് മാരകമല്ല എന്ന് കോടതി പറഞ്ഞു. എതിർക്കപ്പെട്ട കുടുംബ കോടതി വിധി വികലമാണെന്നും പറഞ്ഞു. അതനുസരിച്ച് ഭർത്താവിന് അനുകൂലമായിട്ട് വിധി അനുവദിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വിധിയാണ്. DNA നടത്തി അത് സ്വന്തം കുട്ടിയല്ല എന്ന് തെളിയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ അഡൾട്ടറി ആണ് എന്ന് പ്രൂവ് ചെയ്യുകയും ഡിവോഴ്സ് ഫാമിലി കോടതി വന്നില്ലെങ്കിലും ഹൈക്കോടതിയിൽ നിന്നെങ്കിലും കിട്ടാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കുക. ഈ ഒരു നിർണായകമായൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.